സ്നേഹാവസ് ആണ്. ഹാത്തിയും കി റഹ് ഗുസർ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്നും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മക്കൾ പഠിക്കേണ്ട ഒരു ചോദ്യങ്ങളാണ് ഇതേ, കുറച്ച് ഭാഗങ്ങളാണ് ഇതേ ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് സംഭവം? ഒന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ മക്കൾക്ക് തന്നിട്ടുണ്ട്. നമ്മൾ പറയാറില്ലേ, സിഗരറ്റ് വലിക്കാൻ പാടില്ല, ഇവിടെ തീ കത്തിക്കാൻ പാടില്ല, ഇവിടെ പ്ലാസ്റ്റിക് എന്താണ് നിരോധിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് ബോർഡുകൾ നമ്മൾ കാണാറുണ്ട് അല്ലെ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് സിംബലുകൾ മക്കളോട് ചോദിക്കും, എന്നിട്ട് അത് ഹിന്ദിയിലാക്കി എഴുതാൻ വേണ്ടി പറയും. അങ്ങനെ 4 കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് പഠിച്ചിട്ടുണ്ടാവണം. 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ആയിട്ട് മക്കളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്താണ്, തീ കത്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ക്രോസ് ഒക്കെ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഗ് ജലാന മനാഹെ എന്ന് വെച്ചാൽ എന്താണ്, തീ കത്തിക്കുന്നത് മനാഹെ. മനാഹെ മീൻസ് എന്താണ്, നിരോധിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ആഗ് കത്തിക്കുന്നത്, തീ കത്തിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു, മനാഹെ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ. പിന്നെന്താണ്, കുറച്ച് പ്ലാസ്റ്റിക്കിന്റെ പിക്ചർ ഒക്കെ തന്നിട്ട് അതിങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചേക്കാണ്. യഹ പ്ലാസ്റ്റിക് പ്രതിബന്ധിത ഹെ. ഇവിടെ എന്താണ്, പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് പ്രതിബന്ധിത ഹെ. പ്രതിബന്ധിത ഹെ എന്നാണ് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച വാക്കാണ്, നിരോധിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥം അല്ലെ. മനാഹി എന്ന് വെച്ചാലും പ്രതിബന്ധിത ഹെ എന്ന് വെച്ചാലും എന്താണ്, നിരോധിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. അത് 2 മക്കൾ പഠിക്കണം കേട്ടോ. അതേപോലെ തന്നെ നോക്കിക്കേ മക്കള്, കൈ കാണുന്നുണ്ട്, പിന്നെ ഏതൊരു മൃഗത്തിന്റെ പിക്ചർ കാണുന്നുണ്ട്, എന്നിട്ട് ക്രോസ് അടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്തായിരിക്കും, മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളതായിരിക്കും അല്ലെ. അപ്പൊ അത് ഏത് മൃഗമാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേ വാക്ക് എഴുതി വെച്ചാൽ മതി എന്നുള്ള കാര്യം ആലോചിക്കാം. ജാൻവറോങ്കോ, മൃഗങ്ങൾക്ക് ഖാന ഖിലാന, ഭക്ഷണം കൊടുക്കുന്നത് മനാഹെ, നിരോധിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഖാന ഖിലാന മീൻസ് എന്താണ്, ഭക്ഷണം കൊടുക്കുന്നത്, നൽകുന്നത് നിരോധിച്ചിട്ടുണ്ട് എന്നുള്ള അർത്ഥമാണ്. ഈ എന്താണ്, മുന്നോട്ട് ഒരു വര വരച്ചിട്ടുണ്ട്. ഇത് മുകളിലോട്ടാന്ന് മക്കൾ വിചാരിക്കരുത്, മുന്നോട്ടാണ് എന്നുള്ള അർത്ഥം കേട്ടോ. മുന്നോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ക്രോസ് വരച്ചു വെച്ചേക്കാണ്. ആകെ ജാന മനാഹെ. ആകെ ജാന മീൻസ് എന്താണ്, മുന്നോട്ട് പോകുന്നത്, മനാഹെ നിരോധിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് നിരോധിച്ചിരിക്കുന്ന സംഭവങ്ങൾ എന്ത് ചെയ്യണം മക്കൾ, എന്തായാലും പഠിക്കണം. ഇത് എന്തായാലും നമ്മുടെ എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. ബൈ ബൈ.